പോകാം. സുലൈ സെക്കൻഡ്. സുനിൽ, എവിടെയാണുള്ളത്? എവിടെയാണ് ഇപ്പോൾ കണ്ണൂരിൽ മോക്ക് ഡ്രിൽ തയ്യാറാക്കിയിട്ടുള്ളത്? എങ്ങനെ പുരോഗമിക്കുന്നു? ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെ? സൈഫുദ്ദീൻ, ഒരു യുദ്ധമുണ്ടായാൽ, യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പൊടുന്നനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഉള്ള ഒരു ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 9 സൈറൻ പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. ഒപ്പം 5 താലൂക്കുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ആ 5 താലൂക്കുകളിലെ ഓരോ കേന്ദ്രങ്ങളിലും ഓരോ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള മോക്ക് ഡ്രില്ലാണ് നടക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ളത് കണ്ണൂർ താലൂക്കിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ നടക്കുന്ന കണ്ണൂർ ഭരണശ്ശേരിയിലെ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളെ, അതായത് കെട്ടിടത്തിന്റെ തീയണക്കുന്നതിന്റെ മോക്ക് ഡ്രിൽ തലശ്ശേരി അപ്പാർട്ട്മെന്റിലാണ്. അതുപോലെ അതായത് ഈ അപ്പാർട്ട്മെന്റുകളിൽ പൊടുന്നനെ ഒരു വിഷയമുണ്ടായി. ഒരു മിസൈലോ മറ്റോ വന്ന് പതിച്ച് അവിടെ കെട്ടിടം തകർന്നാൽ ആളുകളെ എങ്ങനെ രക്ഷപ്പെടുത്താം, അവിടെ പരിശോധന നടത്തുന്നു. ഒപ്പം ആളുകളെ രക്ഷപ്പെടുത്തുകൾ എന്നിവയാണ് ഇവിടെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സംയുക്ത അവരുടെയൊക്കെ സംയുക്ത സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു 5 താലൂക്കുകൾ. ആ 5 താലൂക്കുകളിൽ പലയിടങ്ങളിലും പല തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലെ പരിശോധന, പരിക്ക് പറ്റിയവരെ ഒഴിപ്പിക്കൽ എന്നിവയുടെ മോക്ക് ഡ്രില്ല് തളിപ്പറമ്പ് LIC കോംപ്ലക്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലിക ആശുപത്രി പയ്യന്നൂർ റവന്യൂ ടവറിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ കെട്ടിടത്തിന്റെ തീയണക്കുന്നതിന്റെ മോക്ക് ഡ്രിൽ തലശ്ശേരി ഗാർഡൻസ് അപ്പാർട്ട്മെന്റിലാണ്. അതുപോലെ പരിശോധന, രക്ഷപ്പെടുത്തൽ എന്നിവയാണ് ഇവിടെ സെന്റ് തെരേസസ് ആംഗ്ലോ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്നത്. ആളുകളെ ഒഴിപ്പിക്കുന്ന മോക്ക് ഡ്രിൽ ഇരിട്ടി താലൂക്ക് സിവിൽ സ്റ്റേഷനിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 4 മുതൽ 4:30 വരെയാണ് ഇത്തരത്തിൽ ഈ മോക്ക് ഡ്രില്ലുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ ഭാഗമായിട്ടുള്ള വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള പല ആംബുലൻസുകൾ ഇവിടെ സെന്റ് തെരേസസ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക്, ഇതിന്റെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആളുകളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി, കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ആളുകളെ അത്തരമൊരു എക്സ്പീരിയൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറേ ആളുകൾക്ക് ഇപ്പോഴും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിവില്ലാത്ത ആളുകളുണ്ട്, നിരവധി പേരുണ്ട്. പുറത്തു നിന്നൊക്കെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി എന്താണ് സംഭവിച്ചത്, എന്താണ്